എന്താ സുഭദ്രേ, എന്തു പറ്റി? എന്താ പറ്റിയേ? സ്വപ്നമല്ലോ കണ്ടോ? ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല, എന്ത് സ്വപ്ന താൻ കണ്ടേ? അതൊരു വലിയൊരു സർപ്പം. അതിന്റെ തങ്കത്തിന്റെ നിറ. അതിന്റെ തലയിൽ തിളങ്ങുന്ന ഒരു മാണിക്കക്കല്ലും. നമ്മുടെ തെക്കേപ്പറമ്പിലെ പാലയില്ലേ, അതിന്റെ മുകളിലാണെന്നാ തോന്നുന്നേ. കൊറേ കഴിഞ്ഞപ്പോ വലിയൊരു ആന വന്നിട്ട് ചിഹ്നം വിളിക്കാനും തുടങ്ങി. ആ പാലമരം കിലുകിലാന്ന് തുള്ളാൻ തുടങ്ങി. ആനയുടെ ഗർജനവും പാമ്പിന്റെ ചീൽക്കാരോ എല്ലാം കൂടെ ഞാൻ പേടിച്ചു പോയി മാധവേട്ടാ. തന്നേക്കാൾ പേടിച്ചത് ഞാനാടോ. അലർച്ച കേട്ട്. അത്രയ്ക്ക് വലിയ ശബ്ദത്തിലാണോ ഞാൻ അലറിയത്? തന്റെ അല്ലടോ, ആനയുടെ അലർച്ച. എന്റെ മാധവേട്ടാ, എനിക്ക് ആകെ പേടിയാവുക. അതങ്ങനെയാ, ചില സ്വപ്നങ്ങൾ കണ്ടാൽ ആരും പേടിക്കും. ഇങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു, കൂടുതലും നമ്മൾ ഓർക്കാറേയില്ല. കണ്ടിട്ട് അപ്പോഴേ നമ്മളങ്ങ് മറക്കും. താൻ കിടന്നുറങ്ങ്. അയ്യോ മാധവേട്ടാ, ഇത് അങ്ങനത്തെ ഒന്നും അല്ല. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ദുസൂചനകൾ ഉള്ളതുപോലെ. ഒന്നുമില്ലടോ, നേരം എടുക്കട്ടെ. എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ മറ്റൊന്നും ആലോചിക്കാണ്ട് നാമം ജപിച്ച് കിടന്നു. ദാസുഭായേ, വെച്ചൂര് പോയിട്ട് എന്തായി? പോയ കാര്യം ഒത്തു. സാധനം എത്ര വേണേലും കിട്ടും. ഏതെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല, ഞാലിപ്പൂവൻ തന്നെ വേണം. അതേന്ന്, നല്ല അസൽ ഞാലിപ്പൂവൻ വിത്ത്. നാളെ തന്നെ സാധനം എത്തും. എത്രയുണ്ട്? ദാസപ്പൻ ഇവിടെ വന്നിക്കാ. ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. ഒന്നപ്പുറത്തേക്ക് ചെല്ലുവോ? എന്റെ ശ്രീമതിക്ക് അറിയാം എന്റെ സമയം. ചൂട് കൂടുതലാണോ മാധവേട്ട? ഏയ്, പാകത്തിന്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം മാധവേട്ടൻ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ എന്നിട്ട് എന്ത് തീരുമാനിച്ചു? എന്തായാലും ഇത്രയൊക്കെയായി. ഇനി തിരുവാതിര ആവട്ടെ. മാധവേട്ടൻ എന്തായി പറയുന്നേ? തന്റെ വീട്ടിൽ പോകുന്ന കാര്യമല്ലേ? അതൊന്നും അല്ല. പിന്നെ ഏത് കാര്യ? ഇന്നലെ രാത്രിത്തെ കാര്യം മറന്നോ? ഓ, സ്വപ്നം. അതും തീരുമാനിച്ചു കഴിഞ്ഞു. ഈ മാധവേട്ടൻ ഇങ്ങനെ ഒരു കാര്യത്തിനും ഗൗരവമില്ലല്ലോ. ഗൗരവം ഒന്നും എന്റെ മുഖത്തിന് ചേരില്ലടോ. തനിക്കാണെങ്കിൽ പിന്നെ അണങ്ങും. ഒരു കെട്ടിലമ്മയുടെ ലുക്കൊക്കെ വരും. ഒന്ന് പോ മാധവേട്ട. ശരി, നാളെ തന്നെ മണ്ണാർശാലയിൽ പോയി തൊഴുത് 100 പാലും നടത്തി പ്രാർത്ഥിച്ചു വരാം. അപ്പൊ തന്റെ ഈ സ്വപ്ന ഭയവും സംശയങ്ങളും ഒക്കെ തീരും. പോരെ? എല്ലാ പ്രശ്നങ്ങളും തീരുവോ? എത്ര തവണ നമ്മൾ പോയിരിക്കണോ മണ്ണാർശാലയിൽ? ഉരുളി കമിഴ്ത്തിയിട്ട് വർഷങ്ങൾ എത്രയായി? ഒരു സർപ്പദൈവങ്ങളും കനിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിക്കാലം കാണാൻ എത്ര കാലമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. എന്താടോ ഇത്? നമ്മൾ ഇപ്പോഴും ചെറുപ്പമല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇനി എന്നാ മൂത്ത് നരച്ചിട്ടോ? ഇതിൽ കൂടുതലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കാണാൻ ഡോക്ടർമാരുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന പലതും ഇനിയും ഉണ്ടല്ലോ. അത് നമുക്ക് ഒരു നല്ല ജോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലോ? ഇനിയിപ്പൊ അതിന്റെ കുഴപ്പം കൂടിയുള്ളൂ. എടോ, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, ആരെയാ താൻ കണ്ടുവച്ചിരിക്കുന്നേ? അത് തെക്കേമഠത്തിലെ പൊന്നമ്മ ചേച്ചിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. വലിയ പേരുള്ള ആളാത്രേ. പൊന്നമ്മ ചേച്ചിയുടെ നാത്തൂന് കുഞ്ഞുണ്ടായത് അദ്ദേഹം കൊടുത്ത തകിട് ധരിച്ചതിന് ശേഷമാണ്. സത്യം? ഇതാരായി ദിവ്യൻ? കായ്ക്കരയിലത്തെ നീലകണ്ഠൻ നമ്പൂതിരി. ഇടവം രാശി ആരൂഢം, മകരൻ രാശി ഉദയം. ഇടവം രാശി അത്യുത്തമം എന്നാണ് പ്രമാണം. ഇടോ മാധവന്മാരെ, തന്റെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നു. ദൈവാധീനം 1-ാം തരം, 9-ാം ഭാവത്തിൽ വ്യാഴം. അത് താനായിട്ടുണ്ടാക്കിയതല്ല, തന്റെ പൂർവികര്. അവര് ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലം കുറെ ചരിത്രങ്ങൾ അനുഭവിക്കുക. അത് തീരുമ്പോ എന്ത് ചെയ്യും? മാധവനാരെ, തന്നോടാ ചോദ്യം. അത് പിന്നെ ഞാൻ താനായിട്ടൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ലാന്ന് മാത്രമല്ല, ദുരിതങ്ങൾ ആവശ്യത്തിലധികം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. തിരുമേനി, ദോഷമാവോ? അല്ല, ഞാനങ്ങനെ ദുരിതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാനാണോ ഭാവം? ചെയ്തിട്ടുണ്ട്. മാധവേട്ടൻ ആവശ്യത്തിന് ദുരിതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനോ? അതെ. 9-ാം ഭാവം തന്നെയാണ് പ്രശ്നം.
ഉപാസന. താൻ ആരൊക്കെയാണോ ഉപാസിക്കുന്നത്? വ്യാഴം, ശുക്രൻ, രാഹു, പിന്നെ ശനി. മന്ദശാസ്ത്രാധികം ദൈവം ഭാഗ്യധർമ്മദയാ പുണ്യ തവസ്ഥാത സുതാത്മജ ധാനോപാസന സൗശീല്യ ഗുരവോ നവമാതമി. ഇതൊക്കെ പിഴച്ചു കിടക്കുക. എന്നാൽ ഇതൊന്നുമല്ല പ്രധാനം. സർപ്പശാപാൽ സുതക്ഷയം, സന്താനനാശം. സർപ്പശാപം തലയ്ക്കു മുകളിൽ. എവിടെ പൂജാമുറി?